10 വർഷം അധികാരത്തിന് പുറത്തിരിക്കുന്ന UDFന് ഇത്തവണ തിരിച്ചു കയറാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത്. കോൺഗ്രസ്സുകാരാണെങ്കിൽ തുടക്കം മുതൽ തന്നെ തങ്ങൾക്ക് 100 സീറ്റ് കിട്ടും എന്ന അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നു. VD സതീശനാകട്ടെ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്ന് വരെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വനവാസത്തിന് പോകരുതേ എന്നൊക്കെയാണ് സുധാകരനെ പോലെയുള്ള ആളുകളൊക്കെ കളിയാക്കി പറഞ്ഞത്. എന്തു തന്നെയായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്രങ്ങൾ, മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പറയുന്നത് UDF ഇത്തവണ അധികാരത്തിൽ വരും എന്നാണ്. അതിന് ഒരു പ്രധാന കാര്യമായിട്ട് അവർ കണക്കാക്കുന്നത് ഇത്തവണ പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. പക്ഷെ പലരും കണക്ക് കൂട്ടുന്നു എങ്ങനെയാണ് UDFന് ജയിച്ചു വരാൻ കഴിയുക. പ്രത്യേകിച്ചും ആളുകൾക്ക് സംശയം തോന്നുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളാണ്. ഈ വിവാദങ്ങളൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് അവസാനം തങ്ങൾ പരാജയപ്പെടുകയാണെങ്കിലുള്ള ചില തൊടുന്യായങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെ പലരും കണക്കാക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഇലക്ഷൻ കമ്മീഷന്റെ സ്ട്രോങ് റൂം തുറന്നു എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇത് തുറന്നിരിക്കുന്നത് സ്ട്രോങ് റൂം അല്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ റൂമാണ്. ഇലക്ഷൻ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. കേരളത്തിലെ റിട്ടേണിംഗ് ഓഫീസർമാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരളത്തിലെ പോളിംഗ് ഓഫീസർമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഒന്നുകിൽ NGO യൂണിയനോ NGO അസോസിയേഷനിലോ ഒക്കെ പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയനിലോ ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനിലോ ഒക്കെ പെട്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഡൽഹിയിൽ നിന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ആളുകളല്ല നേരിട്ട് ഇവിടെ വരുന്നത്, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു വിവാദം ഉണ്ടാക്കിയതായിരുന്നു പേരാമ്പ്രയിലെ, അതായത് കോഴിക്കോട് GDT ഇസ്ലാം സ്കൂളിൽ ഉള്ള പേരാമ്പ്രയിലെ സെന്റർ, ഇലക്ഷൻ സെന്ററിലെ സ്ട്രോങ് റൂം തുറക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യത്തിൽ നേതാക്കന്മാരെ, സ്ഥാനാർത്ഥികളെ അറിയിക്കാതെയാണ് അത് ചെയ്തത് എന്നൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ആ സമയത്താണ് UDFന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറയുന്നത് തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയാണ്. അതോടുകൂടി ആ വാദമുഖങ്ങൾ പൊളിയാണ്. പക്ഷേ മലയാള മനോരമ പത്രം വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ആളുകൾ പലരും, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പലരും പറയുന്നത് തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന ആദ്യത്തെ ആരോപണമായിരിക്കും ഇലക്ഷനിൽ തിരിമറി നടന്നു, അതുകൊണ്ടാണ് തങ്ങൾ തോറ്റത് എന്നൊരു ആരോപണം ഉന്നയിക്കാനാണ് ഇത്രയധികം പ്രാധാന്യം ഈ വക കാര്യങ്ങൾ നടക്കുന്നത്. ഇത് സത്യത്തിൽ കൗണ്ടിങ്ങുമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാങ്കേതികമായ പല കാര്യങ്ങൾ. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ എന്തെങ്കിലുമൊക്കെ രേഖകളൊക്കെ അവിടെ വെച്ച് മറന്നിട്ടുണ്ടാകും. അപ്പൊ ആ രേഖകൾ എടുക്കാൻ വേണ്ടി അറിയിച്ചിട്ട് അവർ തുറക്കണം. ഇപ്പം ഈ ഒരു വിവാദമുണ്ടായ സമയത്ത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള സ്ട്രോങ് റൂമും ആരും ഒന്നും തുറക്കേണ്ട കാര്യമില്ല. ഇലക്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ കൗണ്ടിങ് തുടങ്ങുന്നത് വരെ ഒരു റൂമും തുറക്കേണ്ട കാര്യമില്ല. അതിന് എന്തൊക്കെ രേഖകളൊക്കെ നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് അതിനകത്ത് വെച്ചു പോയിട്ടുണ്ടോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമവും ആരുടെ ഭാഗത്തും ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സ്ട്രോങ് റൂമുകളും അങ്ങനത്തെ ഒരു റൂമും, മെറ്റീരിയൽ റൂമും, സ്റ്റോർ റൂമും ഒന്നും തുറക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ പല വാദങ്ങളും പൊളിയുകയാണ്. അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണ്. പലരും പറയുന്നത് വലിയ തോതിൽ കോൺഗ്രസ് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണെന്നുള്ളത്. അപ്പം അവർക്ക് തന്നെ അറിയാം അധികാരത്തിൽ വരാൻ കഴിയില്ല. പക്ഷേ പണപ്പിരിവ് ഉഷാറാക്കാനാണ് ഇത്തവണ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത്. അല്ലെങ്കിൽ 100 സീറ്റ് തങ്ങൾക്ക് കിട്ടുമെന്ന് ആദ്യം തന്നെ അവർ പറയുകയാണ് ചെയ്തത്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തരത്തിലുള്ള അവകാശവാദങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവണോ എന്ന ചർച്ച തന്നെ അത് ജനുവരിയിൽ തന്നെ തുടങ്ങിയിരുന്നു. അതായത് ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു തർക്കം ഉണ്ടാവുകയും ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടായിട്ട് അവസാനം അത് ടേം അടിസ്ഥാനത്തിൽ, കാരണം 2.5 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി തുടരട്ടെ, അതിനുശേഷം 2.5 വർഷം ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ തുടങ്ങിയ ധാരണകളൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി AICC ആസ്ഥാനത്തേക്ക് പോകുന്നു, ചർച്ച നടത്തുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ കേരളത്തിൽ വന്നതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ജയിക്കും, തങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും, മുഖ്യമന്ത്രിയാവാൻ കഴിയും, ആര് മുഖ്യമന്ത്രിയാവണം തർക്കം എന്നതിനെ കുറിച്ച് തർക്കം ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു.
അപ്പം ജയിക്കുമെന്ന് ഉറപ്പ് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അതിന്റെ ഒരു പ്രചരണം നടത്തുക. ഒരു പക്ഷേ അത് വലിയ വലിയ കമ്പനികളിൽ നിന്നും മുതലാളിമാരിൽ നിന്നൊക്കെ പണം പിരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം അധികാരത്തിൽ വരാൻ പോകും എന്ന് കണ്ടാൽ ആളുകൾ കൂടുതൽ പണം കൊടുക്കും. ഒരുപക്ഷെ അങ്ങനെയാവാം. കണക്കുകൾ നോക്കി കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം കോൺഗ്രസ് 2001 ശേഷം കേരളത്തിൽ കാര്യമായ തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2001 ശേഷം അവർ അധികാരത്തിൽ വന്നത് എപ്പോഴാണ്? 2001 ശേഷം അവർ അധികാരത്തിൽ വന്നത് 2011 അന്ന് പക്ഷേ കഷ്ടിച്ച് കോൺഗ്രസ് നേതൃത്വം രക്ഷപ്പെടുകയാണ്. കാരണം അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വേണ്ടി CPM-ലെ പിണറായി വിഭാഗം പല സ്ഥലത്തും അവർ പണിതത് കൊണ്ടാണ് 1-2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിന് ഉമ്മൻചാണ്ടി ജയിച്ചത് എന്നാണ് പലരും പറയുന്നത്. അതിനകത്ത് സത്യമുണ്ടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെന്നല്ല എല്ലാവർക്കും അറിയാം. പിന്നീട് CPM-ലെ MLA-മാരെയൊക്കെ അടർത്തിയെടുത്തിട്ടാണ് നെയ്യാറ്റിൻകരയിലെ ശെൽവരാജിനെയൊക്കെ അടർത്തിയെടുത്തിട്ടാണ് ഉമ്മൻചാണ്ടി ഉപതെരഞ്ഞെടുപ്പിലൂടെയൊക്കെ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിച്ചത്. അതുവരെ 2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ 2011. അപ്പൊ 2001 കോൺഗ്രസിന് 99 സീറ്റ് കിട്ടിയത്. അന്ന് 99 സീറ്റ് കിട്ടിയ സമയത്ത് ജയിച്ച മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ആ മണ്ഡലങ്ങളിൽ സ്ഥിതി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനം നടത്തി. അതായത് 99 സീറ്റ് LDF-ന് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. 41 സീറ്റ് മാത്രമാണ് UDF-ന് ഉണ്ടായിരുന്നത്. ആ 41 സീറ്റിൽ നിന്ന് അവർക്ക് 70 സീറ്റിലേക്ക്, അല്ലെങ്കിൽ 72 സീറ്റിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ 71 സീറ്റിലേക്ക് എത്തണമെങ്കിൽ ഇനിയും അവർ 30 സീറ്റ് ജയിക്കണം. അങ്ങനെ 30 സീറ്റ് ജയിക്കാനുള്ളൊരു ഒരു ശക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ഇപ്പോ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ അതിശക്തമായിട്ട് UDF-ന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിംകളിലെ നല്ലൊരു വിഭാഗം LDF-ന്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇത്തവണ പൂർണ്ണമായിട്ടും വേണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDF-ന്റെ കൂടെയാണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും നല്ലൊരു ശതമാനം UDF-ന്റെ കൂടെയാണുള്ളത്. നമുക്കത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഒന്നുകിൽ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകളിലാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്തത്. അത് മലപ്പുറത്താണെങ്കിലും അതേപോലെ തന്നെ തെക്കൻ ജില്ലകളിലെ പത്തനംതിട്ടയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ന്യൂനപക്ഷങ്ങൾ എവിടെയാണോ ശക്തമായത് ആ സ്ഥലത്ത് മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് മാത്രം UDF-ന് കേരളത്തിൽ അധികാരം പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ വടക്കൻ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ UDF-ന്റെ കൂടെ ശക്തമായി അണിനിരക്കുന്നതുകൊണ്ട് ചില സീറ്റുകളെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ CPM-ലെ വിമതശല്യമുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷെ UDF-ന് ഒരുപക്ഷെ ജയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കണ്ണൂർ ജില്ലയിലെ പരമ്പരാഗത സീറ്റുകളിൽ LDF ജയിക്കുന്ന പരമ്പരാഗത സീറ്റുകൾ അവരെ തോൽപ്പിക്കാനുള്ള ശക്തി ഇപ്പോഴും UDF-നില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ UDF-ന് ശക്തമായ സീറ്റായ പേരാവൂരിൽ ഒരുപക്ഷെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ജയിച്ചു പോകുമോ എന്നുള്ള രീതിയിലുള്ള സാധ്യതകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കണ്ണൂർ, അഴീക്കോട് ഈ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നാണ് UDF പറയുന്നെങ്കിലും അഴീക്കോട് ഇപ്പോഴും ജയിക്കുമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കണ്ണൂരിൽ അവർ ജയിച്ചേക്കാം. അതേപോലെ തന്നെ അവരുടെ 2 സിറ്റിംഗ് സീറ്റുകളിൽ അവർ ജയിച്ചേക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് അധികമായിട്ട് UDF-ന് കിട്ടുന്നത് 1-2 സീറ്റ് മാത്രമാണ് ഒരു ജില്ലയിൽ. അതേപോലെ വയനാട് ജില്ലയിൽ പരമാവധി ഇപ്പൊ 2 സീറ്റുള്ളത് പരമാവധി 3 ആവാം. കോഴിക്കോട് ജില്ലയിലാണ് കാര്യമായിട്ട് UDF-ന് നേട്ടമുണ്ടാകുന്നത്, മുസ്ലിം ന്യൂനപക്ഷം തങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ട്. പക്ഷെ അവിടെയും ഇങ്ങനെയൊരു മുസ്ലിം കേന്ദ്രീകരണം വരുന്ന സമയത്ത് മറുഭാഗത്ത് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ വരുന്നുണ്ട്. ആ ഹിന്ദു കൺസോൾട്ടേഷൻ പലപ്പോഴും CPM-ന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ എന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. നേരത്തെ അവിടെ കേരള കോൺഗ്രസിന് കൊടുത്തിരുന്ന സീറ്റാണ്. മുസ്ലിം ലീഗ് മത്സരിക്കാൻ തുടങ്ങിയതോടുകൂടി ലീഗ് വർഗീയ രീതിയിലുള്ള പ്രചരണം നടത്തി ഫാത്തിമ തഹ്ലിയെ പോലുള്ള ജമാഅത്തെ ഇസ്ലാമി പശ്ചാത്തലമുള്ള, വെൽഫെയർ പാർട്ടി പശ്ചാത്തലമുള്ള ഒരു മുസ്ലിം ലീഗിന്റെ കൗൺസിലറെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വർഗീയ ചേരിതിരിവുണ്ടായി. ആ വർഗീയ ചേരിതിരിവിന്റെ ഗുണം എപ്പോഴും ലഭിക്കുന്നത് CPM-നായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് മറ്റ് ചില സീറ്റുകളൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കുറ്റ്യാടിയാണെങ്കിലും ഒരുപക്ഷെ നാദാപുരമാണെങ്കിലും വേണമെങ്കിൽ കൊയിലാണ്ടി ആണെങ്കിലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ കുന്നമംഗലം പോലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ
LDFിന്റെ കയ്യിൽ നിന്ന് UDFിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഓരോ ജില്ലകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അത് പാലക്കാടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും ഏത് ജില്ലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ചെറിയ ചില നേട്ടങ്ങൾ UDFിന് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരൂരിൽ ഒരുപക്ഷെ LDFിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകുന്ന അവസ്ഥയാണ്. അതേസമയത്ത് LDFിന്റെ സിറ്റിംഗ് സീറ്റുകളൊക്കെ തന്നെ UDF പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തവനൂരാണെങ്കിലും പൊന്നാനിയാണെങ്കിലൊക്കെ തന്നെ UDF വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ LDFിന്റെ സീറ്റുകളിൽ 1-2 സീറ്റ് കുറഞ്ഞേക്കാം. അപ്പൊ ഇങ്ങനെ കുറയുന്നത് കേരളം മൊത്തം ഒരു 40 സീറ്റ് കുറയാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ 30 സീറ്റ് കുറയാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തന്നെ ചില സീറ്റുകൾ കഴിഞ്ഞ തവണ LDF ജയിച്ചിരുന്ന നെയ്യാറ്റിങ്കര, നെയ്യാറ്റിങ്കര നല്ല മത്സരം നടക്കുന്നു. അരുവിക്കരയിൽ നല്ല മത്സരം നടക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ല മത്സരം നടക്കുന്നു. അതേപോലെ വാമനപുരത്ത് നല്ല മത്സരം നടക്കുന്നു. ചില സീറ്റുകളൊക്കെ തന്നെ LDFിൽ നിന്ന് UDFിലേക്ക് പോയേക്കാം. പക്ഷേ ഇത്രമാത്രം സീറ്റുകൾ, അതായത് LDFിൽ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാൻ മാത്രമുള്ള സീറ്റുകൾ UDFിന് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന സംശയം. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വരും എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊരു പ്രചരണമാണോ, അല്ലെങ്കിൽ അത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDFിന് മാത്രമായിട്ട് കിട്ടുമോ? 2001 UDF അധികാരത്തിൽ 99 സീറ്റിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് UDF ജയിച്ച മണ്ഡലങ്ങൾ പലതും ഇന്ന് BJP ശക്തി കേന്ദ്രങ്ങളാണ്. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ അത് കഴക്കൂട്ടത്തായാലും നേമത്തായാലും അവിടെയൊക്കെ ജയിക്കാൻ പോകുന്നത് BJP ആണ്. ഇതൊക്കെ മറ്റു 2001 കണക്കുകൾ നോക്കുന്ന സമയത്ത് UDFിന്റെ പട്ടികയിൽ നിന്നാണ് കുറവ് വരുന്നത്. അപ്പം 2001 UDF ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. അന്ന് UDF മികച്ച പ്രകടനം നടത്തിയ പല മണ്ഡലങ്ങളും, കാരണം 2001 തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡല പുനർനിർണയം നടന്നിട്ടുണ്ട്. 2008 2011 മണ്ഡല പുനർനിർണയത്തെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളൊന്നും തന്നെ UDFിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. നേരിയ വിജയം മാത്രമാണ് UDFിന് ഉണ്ടായത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2001 കണക്കെടുത്താൽ പോലും, അതായത് UDFിന് ഏറ്റവും നല്ല പ്രകടനം നടത്തിയ 2001 കണക്കെടുത്താൽ പോലും ആ മണ്ഡലങ്ങളൊന്നും തന്നെ തിരിച്ച് നിലനിർത്താൻ, അല്ലെങ്കിൽ അന്നത്തെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല UDF ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 100 സീറ്റ് എന്ന് പറയുന്നത് കേവലം അവകാശവാദം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളത് തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പലരും ധരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതിൽ ഉറപ്പല്ല. രണ്ട് മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത തന്നെ മങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പരമാവധി UDFിന് പഴിചാരാനുള്ള ചില വഴികൾ പറഞ്ഞു കൊടുക്കുകയാണോ മാധ്യമങ്ങൾ ചെയ്യുന്നതല്ല UDF തന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് മെഷീനിലെ കുഴപ്പം എന്നൊക്കെ ആരോപണങ്ങൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലൊക്കെ ഉയർത്തി അതേ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നു. അതിനൊക്കെ മലയാള മനോരമ പത്രം പോലുള്ള പത്രങ്ങളും മാധ്യമങ്ങളും തന്നെ അമിതമായ പ്രാധാന്യം നൽകുന്നു. അപ്പൊ ആർക്കും അറിയാൻ പറ്റും ആർക്ക് വേണ്ടിയാണ് സ്ട്രോങ് റൂം തുറന്നത്? LDFിന് വേണ്ടിയാണോ അതോ BJPക്ക് വേണ്ടിയാണോ? അപ്പം അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രായോഗികമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ CCTV ക്യാമറകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഒരു കൃത്രിമവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം ടോട്ടൽ ഓൾഡ് വോട്ട് എത്രയാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൃത്രിമവും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തന്നെ നടക്കാൻ കഴിയില്ല. പക്ഷെ പല ആരോപണങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ തോറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വഴികൾ കണ്ടെത്തുകയാണോ ഈ പുതിയ രീതിയിലുള്ള ഇപ്പോഴത്തെ ചാറുകൾ? കോൺഗ്രസിലെ കോഴിക്കോട്ടെയും പാലക്കാട്ടെയൊക്കെ, ഇപ്പൊ പാലക്കാട് നെന്മാറയിലെ വിക്ടോറിയ കോളേജിൽ പ്രവർത്തിക്കുന്ന നെന്മാറയിലെ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ഥലത്തൊക്കെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ട്രോങ് റൂമിലൊക്കെ തുറക്കാൻ പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ളൊരു മുൻകൂർ ജാമ്യമാണോ എന്ന ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്.